നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ നമ്മളോട് എൻക്വയറി ചെയ്തതാണ്. ആൾ കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, സാലറീഡ് പേഴ്സൺ ആണ്. ആൾ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. സാലറീഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തരുന്ന സാലറിയിൽ നിന്ന് നമ്മുടെ എംപ്ലോയർ TDS കട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ TDS കട്ട് ചെയ്തിട്ട് നമ്മുടെ എംപ്ലോയർ ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ബിഹാഫിൽ എംപ്ലോയർ അഡ്വാൻസ് ടാക്സ് തന്നെയാണ് പേ ചെയ്യുന്നത്. സോ അവിടെ ഒരു TDS കട്ടോ പേയ്മെന്റോ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. സാലറിഡ് എംപ്ലോയീസ് അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ആരാണ് അഡ്വാൻസ് ടാക്സ് വേറെ പേ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരോ പ്രൊഫഷണൽസോ അവരുടെ ടാക്സ് ലയബിലിറ്റി 10,000 രൂപയ്ക്ക് മുകളിൽ പോകും എന്ന് അവർക്കൊരു എസ്റ്റിമേറ്റ് ഉണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും അഡ്വാൻസ് ആയിട്ട് ടാക്സ് പേയ്മെന്റ് ചെയ്തിരിക്കണം. അതല്ല, ഒരു നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഇന്ത്യയിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്, ആ ഇൻകം ത്രൂ ആൾക്കൊരു 10,000 റുപ്പീസിന് മുകളിൽ ടാക്സ് ലയബിലിറ്റി വരുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെയും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ടാക്സ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിരിക്കണം. എല്ലാ കോർപ്പറേറ്റ് എൻറ്റിറ്റീസും ടാക്സ് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തിരിക്കണം. ഇനി ഇതിനൊക്കെ പുറമെ സ്പെസിഫൈഡ് ഇൻകം ഉള്ള ആൾക്കാർ, അതായത് ഈ ലോട്ടറി പോലുള്ള കച്ചവടങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, അവർ ഈ 10,000 രൂപയുടെ ലിമിറ്റ് നോക്കേണ്ട ആവശ്യമില്ല. അവരുടെ സ്പെസിഫൈഡ് ഇൻകം അനുസരിച്ച് ഈ ലോട്ടറി അല്ലെങ്കിൽ ഹോഴ്സ് ബിസിനസ് ഒക്കെ നടത്തുന്ന ആൾക്കാർ, ഹോഴ്സ് റേസ് ബിസിനസ് ഒക്കെ നടത്തുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? അഡ്വാൻസ് ടാക്സ് പേ ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി എപ്പോഴാണ് ഈ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്വാർട്ടർലി ബേസിസിലാണ്. അതായത് ജൂൺ 15, സെപ്റ്റംബർ 15, ഡിസംബർ 15, മാർച്ച് 15. അതായത് ജൂൺ 15 നമ്മൾ പേ ചെയ്യേണ്ട ടോട്ടൽ ടാക്സ് ലയബിലിറ്റിയുടെ 15%, സെപ്റ്റംബർ 15 ആകുമ്പോഴത്തേക്കും ഒരു 30% കൂടി 45%, ഡിസംബർ 15 ആകുമ്പോഴത്തേക്കും 75%, മാർച്ച് 15 ആകുമ്പോഴത്തേക്കും 100% നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകണം? അഡ്വാൻസ് ടാക്സിലൂടെ പേ ചെയ്ത് തീർത്തിട്ടുണ്ടായിരിക്കണം. ഇനി നമുക്ക് മാർച്ച് ആകുമ്പോഴത്തേക്ക് 100% പേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ 90% നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നിർബന്ധമായിട്ടും പേ ചെയ്ത് തീർത്തിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും പിന്നീട് അങ്ങോട്ടേക്ക് ഈ പറഞ്ഞ പോലെ പെനാൽറ്റീസും ഇൻട്രസ്റ്റ് റേറ്റും എല്ലാം ഇതിന്റെ പുറത്ത് ചാർജ് ചെയ്ത് വരുന്നതായിരിക്കും. സോ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക.